സുവർണ കഥകളിലേക്ക് സ്വാഗതം. ബീന സജീവ് എഴുതിയ കാഴ്ചകൾ, കാലം, പാമ്പ്. അവർ മരണപ്പെട്ടു. അതുകണ്ട പാമ്പ് എങ്ങോട്ടെന്നില്ലാതെ എവിടേക്കോ ഇഴഞ്ഞുപോയി. മണൽ വിരിച്ച മുറ്റത്തിനരികിലെ തെച്ചിക്കാടുകളും കടന്ന് പായൽ പിടിച്ച കയ്യാലയ്ക്കരികിലൂടെ ഇഴഞ്ഞു നീങ്ങി. അങ്ങ് പൊന്തക്കാടുകൾക്കുള്ളിൽ എവിടേക്കോ പാമ്പ് ആഴ്ന്നിറങ്ങിപ്പോയി. കാട്ടുപൊന്തക്കാടുകൾക്കരികിലെ കലങ്ങിയ തോട്ടുവെള്ളത്തിൽ പരൽമീനുകൾ ആകാശത്തേക്ക് നോക്കി നെടുവീർപ്പിടുകയോ, തോട്ടിലേക്ക് ചാഞ്ഞു നിന്ന കാട്ടുമരത്തിൽ എവിടെയോ ഇരുന്ന് ഏതോ പക്ഷികൾ കലപില ശബ്ദം കൂട്ടുകയോ ചെയ്തു. ലോകത്തിലെ മഹാമൗനങ്ങളൊക്കെയും ചുണ്ടിലൊതുക്കിയ കാറ്റ് അർത്ഥമില്ലാതെ എന്തൊക്കെയോ പുലമ്പുകയായിരുന്നു. ആകാശത്തിൽ നിന്ന് മേഘച്ചീളുകൾ നൂലിഴകളെപ്പോലെ വേർപെട്ട് ഭൂമിക്കരികിലേക്ക് പെയ്തിറങ്ങുന്നുണ്ടായിരുന്നു. പാമ്പ് പൊന്തക്കാടുകൾക്കിടയിലിരുന്ന് അവരുടെ മുഖം ഓർക്കാൻ ശ്രമിക്കുകയായിരുന്നു. കണ്ണീർ വറ്റാത്ത അവരുടെ കണ്ണുകളിൽ ലോകത്തിന്റെ സർവ്വ ദുഃഖങ്ങളും ഉറഞ്ഞുകൂടിയിരിക്കുന്നത് പാമ്പറിഞ്ഞു. ഒട്ടിയ കവിളുകൾ, മെല്ലിച്ചുണങ്ങിയ കൈകൾ, ശുഷ്കിച്ച മാറിടം, അല്പം നീണ്ട കറുത്ത മുടി. പാമ്പ് എത്രയോ വട്ടം അവരെ കണ്ടിരിക്കുന്നു. അവരുടെ പൊട്ടിക്കരച്ചിൽ കേട്ടിരിക്കുന്നു. ചിരിക്കുന്ന അവരുടെ മുഖം പാമ്പിന് ഓർക്കാനേ കഴിയുന്നില്ല. ആകാശം അകാരണമായി ഇരുളുകയോ, അനവസരത്തിൽ ഇടിമിന്നലോടെ പൊട്ടിത്തെറിക്കുകയോ, ഭൂഗോളം മുഴുവൻ മഴയിൽ കുത്തിയൊലിച്ചു പോവുകയോ ചെയ്യുമെന്ന് തോന്നിയ ഒരു പകൽ പാമ്പ് ഇപ്പോഴും ഓർക്കുന്നു. പാമ്പ് അപ്പോൾ തെച്ചിക്കാടുകൾക്കിടയിലിരുന്ന് തെച്ചിപ്പഴങ്ങൾ കൊത്തി തിന്നുകയായിരുന്നു. പെട്ടെന്നൊരലർച്ച. പാമ്പ് കാത് കൂർപ്പിച്ചു. അവരുടെ സ്വരം, അവരുടെ തേങ്ങൽ. അവരെന്തൊക്കെയോ തേങ്ങലിനിടയിലൂടെ പറഞ്ഞൊപ്പിക്കുന്നു. പക്ഷേ ആ ഇരുട്ടിൽ മുഖം പാമ്പ് തിരിച്ചറിഞ്ഞിരുന്നില്ല. നിമിഷ നേരത്തേക്ക് പാമ്പിൻ്റെ പ്രജ്ഞയറ്റുപോവുകയായിരുന്നു. മനുഷ്യരിത്ര ക്രൂരരോ! നിരാലംബയായ ഒരു സാധു സ്ത്രീയെ! അന്നു രാത്രി മുഴുവൻ മഴയുടെ തണുപ്പിൽ പൊന്തക്കാടിനുള്ളിൽ തണുത്തു വിറച്ചിരുന്നപ്പോൾ പാമ്പ് എപ്പോഴും ഓർത്തത് അവരുടെ ദൈന്യത നിറഞ്ഞ മുഖമായിരുന്നു. തല്ലാൻ ഓങ്ങുന്ന കൈകളെ അവർ പലവട്ടം തടയുന്നത് കണ്ടു. പക്ഷേ അതെല്ലാം ആ ബലിഷ്ഠകായന്റെ മുന്നിൽ നിഷ്പ്രയോജനമായിരുന്നു. എപ്പോഴോ അവർ ബോധം മറഞ്ഞ് നിലം പതിച്ചപ്പോൾ അയാൾ ഉച്ചത്തിൽ ആൾക്കാരെ വിളിച്ചുകൂട്ടുകയോ എന്തൊക്കെയോ പറയുകയോ ചെയ്തു. ഗൗരിക്ക് എന്താണെന്നറിയില്ല, പെട്ടെന്നൊരു ബോധക്ഷയം. ഞാൻ പുറത്തുനിന്ന് വന്നപ്പോഴേ അവരിവിടെ കിടക്കുകയാണ്. എത്ര പെട്ടെന്നാണ് വാഹനം വന്നതും ആൾക്കാർ അവരെ താങ്ങി അതിൽ കയറ്റി എങ്ങോട്ടോ കുതിച്ചതും. ദിവസങ്ങളോളം പാമ്പിന്റെ ഹൃദയത്തിൽ എവിടെയോ ഒരു തേങ്ങൽ വീണുടയുന്നുണ്ടായിരുന്നു. കണ്ണടച്ചാലും തുറന്നാലും അവരുടെ ദൈന്യത നിറഞ്ഞ മുഖം. മുൾച്ചെടികൾക്കിടയിലൂടെ, തോട്ടുവക്കിലെ കൈതക്കാടുകൾക്കിടയിലൂടെ, കൊഴിഞ്ഞു വീണു കിടക്കുന്ന പാലപ്പൂക്കളുടെ മാസ്മരിക ഗന്ധങ്ങൾക്കിടയിലൂടെ ഇഴഞ്ഞു നീങ്ങുമ്പോഴെല്ലാം പാമ്പിന്റെ ഹൃദയത്തിലൂടെ വരണ്ട കാറ്റ് ആഞ്ഞു വീശുകയോ, ആ വരൾച്ചയിൽ തൻ്റെ ഉറ പോലും ഊരിയെറിഞ്ഞ് പാമ്പ് നെടുവീർപ്പുകളിലൂടെ ആടിയുലയുകയും ചെയ്തു. തികച്ചും അപ്രതീക്ഷിതമായിട്ടാണ് പാമ്പ് അയാളെ കണ്ടത്. പാമ്പ് അപ്പോൾ അടഞ്ഞുകിടക്കുന്ന വീടിനു മുന്നിലെ പുൽപ്പടർപ്പിൽ ഒളിഞ്ഞു കിടക്കുകയായിരുന്നു. വീടിനകത്തുനിന്ന് എപ്പോഴൊക്കെയോ പല ശബ്ദങ്ങൾ കേട്ട പാമ്പ് അറിയാതെ തന്നെ കാതോർക്കുകയായിരുന്നു അവരുടെ ശബ്ദം തിരിച്ചറിയാൻ വേണ്ടി. പക്ഷേ ഒരിക്കൽ പോലും ഒരു നേരിയ ശബ്ദം പോലും അവരുടേതായി പാമ്പ് കേട്ടില്ല. അയാൾ കതക് തുറക്കുന്നതും പുറത്തിറങ്ങുന്നതും, ഒഴിഞ്ഞ മദ്യക്കുപ്പി പുറത്തേക്ക് വലിച്ചെറിയുന്നതും പാമ്പ് കണ്ടു. മറ്റു 3 പേർ കൂടി ലഹരിയിലൂടെ ആടിയുലഞ്ഞ് പുറത്തേക്കിറങ്ങുന്നതും ഇരുളിലൂടെ തന്നെ അപ്രത്യക്ഷമാകുന്നതും പാമ്പ് കണ്ടിരുന്നു. അവരെല്ലാം ഉറക്കെ ഉറക്കെ സംസാരിക്കുകയോ ഉച്ചത്തിൽ ചിരിക്കുകയോ ചെയ്യുന്നുണ്ടായിരുന്നു. ഇരുട്ടിലൂടെ മറഞ്ഞുപോയ അവരുടെ രൂപങ്ങളിലേക്ക് കണ്ണും നട്ടിരുന്ന പാമ്പിന്റെ ഹൃദയത്തിൽ അപ്പോൾ അഗ്നി ജ്വലിക്കുന്നുണ്ടായിരുന്നു. അടഞ്ഞുകിടക്കുന്ന വീടിന്റെ മുന്നിലേക്ക് പെട്ടെന്നൊരു ദിവസം ഒരു വെളുത്ത വാഹനം വന്നു നിൽക്കുന്നതും ഒരുപാട് പേർ ആ വീട്ടിലേക്ക് ഒരുമിച്ചിരച്ചു കയറുന്നതും പാമ്പ് തെച്ചിക്കാടുകൾക്കിടയിൽ കിടന്ന് കാണുന്നുണ്ടായിരുന്നു. വെള്ളത്തുണിയിൽ പൊതിഞ്ഞ അവരുടെ ശരീരം മുറിയിൽ അലങ്കരിച്ചു കിടത്തുന്നതും ആ ശരീരത്തെ കെട്ടിപ്പിടിച്ച് ആരൊക്കെയോ ഉറക്കെ വിലപിക്കുന്നതും പാമ്പ് കേട്ടു. പക്ഷേ തീരെ അവിശ്വസനീയമായി പാമ്പിന് തോന്നിയത് അയാളുടെ പൊട്ടിക്കരച്ചിലായിരുന്നു. ആരൊക്കെയോ താങ്ങിപ്പിടിച്ചാണ് അയാളെ മൃതദേഹത്തിനരികിലേക്ക് കൊണ്ടുവന്നത്. അയാൾ മൃതദേഹത്തെ കെട്ടിപ്പിടിച്ചുറക്കെ കരയുകയും എന്തൊക്കെയോ അവ്യക്തമായി പുലമ്പുകയും ചെയ്യുന്നുണ്ടായിരുന്നു.
തെച്ചിക്കാടുകൾക്കിടയിൽ കിടന്ന പാമ്പിൻ്റെ ഉടലൊന്നനങ്ങുകയോ പെട്ടെന്നു തന്നെ പരിസരബോധം വന്നതുപോലെ വീണ്ടും അനങ്ങാതെ തന്നെ കിടക്കുകയോ ചെയ്തു. അപ്പോഴും വീട്ടിലെ കൂട്ടനിലവിളികൾ നിലച്ചിരുന്നില്ല. ബോധം മറഞ്ഞു വീണ അയാളെ ആരൊക്കെയോ താങ്ങി കിടത്തുന്നതും മുഖത്തു വെള്ളം തളിക്കുന്നതും പാമ്പറിഞ്ഞു. പാമ്പ് അപ്പോൾ അറിയാതെയെങ്കിലും എന്തോ തേടിത്തുടങ്ങുകയായിരുന്നു. കെട്ടടങ്ങാത്ത ശബ്ദങ്ങൾക്കിടയിലൂടെ, കത്തിത്തീരാത്ത ചിതക്കൊള്ളികൾക്കരികിലൂടെ രക്തം വാർന്നുപോയ ഉടലുമായി നീലിച്ച കണ്ണുകളുമായി പാമ്പ് അകലങ്ങളിലേക്ക് തന്നെ ഇഴയുകയായിരുന്നു. ഇഴഞ്ഞു നീങ്ങിക്കൊണ്ടിരുന്ന ഓരോ തുരുത്തിലൂടെയും പാമ്പിനു പിന്നാലെ ഏതോ ഒരു ശബ്ദം എപ്പോൾ മുതലോ അനുഗമിച്ചു തുടങ്ങുന്നതായി പാമ്പറിഞ്ഞിരുന്നു. പാമ്പിനു മുന്നിൽ അപ്പോൾ അവർ മാത്രമായിരുന്നു. അവരുടെ നിറകണ്ണുകൾ മാത്രമായിരുന്നു. മെല്ലിച്ച മുഖം മാത്രമായിരുന്നു. അവരപ്പോൾ മരിച്ചിരുന്നില്ല. വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ നന്ദി.